മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക, മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം നിറയ്ക്കുക. അപ്പോൾ ജീവിതത്തിനൊരു ലക്ഷ്യമായി. ഈ ലക്ഷ്യമുള്ള ഒരാളെയാണ് ഒരു കലാകാരൻ എന്ന് പറയുക. ശരിക്കും കല എന്ന് പറയുമ്പോഴത്തേന് ഈ ചിത്രം വരെയാണെന്ന് മാത്രം വിചാരിക്കരുത്. കല എന്നത് ഈ ലക്ഷ്യം ഉണ്ടാവലാണ്. ഈ ലക്ഷ്യത്തോടുകൂടി ജീവിക്കുമ്പോൾ ഒരു സർഗാത്മകമായ ജീവിതം എന്ന് പറയും, കലാപരമായ ഒരു ജീവിതം. അങ്ങനെ ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കേണ്ടത്. നിങ്ങളുടെ തീം അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ നിങ്ങളുടെ തീമുമായി ബന്ധപ്പെട്ടാണ് ലോകത്ത് രചിക്കപ്പെട്ട എല്ലാ നോവലുകളും കഥകളും എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അഥവാ എല്ലാം രചിക്കപ്പെട്ടത് ആളുകളെ ചേർത്ത് നിർത്താനാണ്. മൂല്യമുള്ള എല്ലാ കഥയും കവിതയും നോവലും എല്ലാ എസ്സേകളും എല്ലാ പാട്ടുകളും രചിക്കപ്പെട്ടത് ആളുകളെ ചേർത്ത് നിർത്താനാണ്. ചേർത്ത് നിർത്തുക. അതുകൊണ്ട് തന്നെ ഏത് മൂല്യമുള്ള പുസ്തകം വായിച്ചാലും നിങ്ങൾക്ക് ഇത് കാണാം. ആളുകളെ ചേർത്ത് നിർത്തുക, ആളുകളോട് ഫീലിംഗ് ഉണ്ടാവുക, പ്രയാസപ്പെടുന്നവരെ കുറിച്ച് നമുക്കൊരു സങ്കടം ഉണ്ടാവുക. ഞാൻ ആദ്യം പറഞ്ഞു അത് സങ്കടം ഉണ്ടാവുക. സങ്കടം ഇല്ലാത്ത ആൾക്ക് ലോകത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല. സങ്കടം ഇല്ലാത്ത ആൾക്ക്